Good morning all. Myself Aisha Ansia from PG Department of Commerce, GEMS Arts and Science College. Today we are dealing with the topic personal selling process. First of all, we have to look at what is personal selling. So simply, personal selling is a direct or face-to-face interaction between salesperson and the buyer to understand their needs. It is a process by which the representatives of the organization come into direct contact with the prospects to convince and persuade them to buy their product. ഒരു പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നോർമൽ സെയിൽസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ ഒരു പ്രോസ്പെക്ട്സിനെ മീറ്റ് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ ഡിസയേഴ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ബെനഫിറ്റ്സ് അത് അവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ആ ഒരു സെയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. Then according to Philip Kotler, it is a face-to-face interaction with one or more prospective purchasers for the purpose of making presentations, answering questions and procuring orders. ആ ഒരു ഡെഫിനിഷനിൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. including the presentations, answering questions and procuring orders. ഒരു പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ബെനഫിറ്റ്സ് യൂസ്ഫുൾനെസ് ഇതെല്ലാം ആ ഒരു സെയിൽസ് പേഴ്സൺ പ്രോസ്പെക്ട്സിന് മുന്നിൽ പ്രസന്റ് ചെയ്യുകയും അതുവഴി എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസോ ക്വറീസോ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യുക, കൂടാതെ അതിലൂടെ ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. Then, the personal selling process includes 7 stages. First stage is prospecting and qualifying. Second one is pre-approach. The third stage is approach. Then presentation and demonstration, handling objections, closing the sale, and finally we have follow-up. The first stage is prospecting and qualifying. That is, the customers may leave the organization due to many reasons, or may leave the product, or sometimes may leave the brand due to various reasons. Here, the salesperson must continuously search and identify the potential customers who may need the product or service. ഒരു കസ്റ്റമേഴ്സ് ചില സമയത്ത് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡോ ലീവ് ചെയ്തു പോകാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ ഒരു ഓരോ കസ്റ്റമേഴ്സിനെയും മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളും ഡിസയേഴ്സും എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ഒരു സെയിൽസ് പേഴ്സൺ പ്രസന്റേഷൻ നടത്തുന്നതിനെയാണ് സെയിൽസ് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പൊട്ടൻഷ്യൽ ന്യൂ കസ്റ്റമേഴ്സ് ആർ കോൾഡ് പ്രോസ്പെക്ട്സ്. പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ സർവീസ് അവൈൽ ചെയ്യാനോ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. Prospecting requires salesman to first obtain leads. A lead is a basic information like name, address and contact information of a person who need a product or service. ഒരു പ്രൊഡക്റ്റോ സർവീസോ അവൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോസ്പെക്റ്റിന്റെ ബേസിക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ലീഡ് എന്ന് പറയുന്ന പ്രോസസ്. So, prospecting is the process of finding and engaging with individuals, that is the prospects. They might be interested in the product or service. ഒരു പ്രൊഡക്റ്റ് വാങ്ങാനോ സർവീസ് അവൈൽ ചെയ്യാനോ താല്പര്യപ്പെടുന്ന പ്രോസ്പെക്ട്സിനെ കൊണ്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ കൊണ്ട് അവരെ കണ്ടെത്തുക, അതിൽ ആ ഒരു പ്രോസസ്സിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പ്രോസ്പെക്ടിങ്. Then qualifying is the process of determining or evaluating whether these prospects are good fit for the product or service and have the ability and desire to purchase them. ക്വാളിഫയിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ആ ഒരു പ്രോസ്പെക്ട്സിനെ കണ്ടെത്തിയിട്ട് ആ ഒരു പ്രോസ്പെക്ട്സ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അവർക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അതിനുള്ള ഡിസയർ അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്വാളിഫയിങ് എന്ന് പറയുന്നത്. Second stage is pre-approach. The pre-approach stage means in the stage it is a planning or preparation phase before contacting the prospect. ഡയറക്റ്റ് ആ ഒരു പ്രോസ്പെക്ട്സിനെ ആക്ച്വലി മീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും തരത്തിൽ പ്ലാനിങ് അതുപോലെ തന്നെ പ്രിപ്പറേഷനോ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിനാണ് പ്രീ അപ്രോച്ച് എന്ന് പറയുന്നത്. The research the prospects thoroughly before meeting.
ആ ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആ പ്രോസ്പെക്ട്സിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് സെയിൽസ് പേഴ്സൺ ഷുഡ് കളക്ട് ആസ് മച്ച് ആസ് ഇൻഫർമേഷൻ ആസ് പോസിബിൾ ബിഫോർ മീറ്റിംഗ് ദ കസ്റ്റമർ. Then the goal of the pre-approach stage is to gather detailed information and to understand the prospect's current products or preferences, interests, dislikes, etc. The pre-approach stage, the salesman should learn about the person's or organization's budget, likes, dislikes, and decision-making patterns. It helps the salesperson to customize their presentations effectively. And the salesperson should have a clear idea about the questions and doubts that the prospects may ask when they interact. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഡൗട്ട്സോ വരാനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് മുന്നേ കൂട്ടി അവരെന്ത് ചെയ്യണം, ഈ ഒരു സെയിൽസ് പേഴ്സൺ കണ്ടെത്തി അതിനുള്ള കറക്റ്റ് ആൻസേഴ്സുമായിട്ട് വേണം അവര് പ്രോസ്പെക്ട്സിനെ അപ്രോച്ച് ചെയ്യാൻ. The third stage is approaching the prospect. ഈ ഒരു സ്റ്റേജിലാണ് സെയിൽസ് പേഴ്സൺ ആക്ച്വൽ ആയിട്ട് അവര് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവർ പ്രോസ്പെക്റ്റിനെ മീറ്റ് ചെയ്യുന്നത്. Here the salesman first contact with the prospect. It's a crucial moment as it forms the initial and long-lasting impression. നമ്മൾ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ഏതൊരു സെയിൽസ് പേഴ്സണും ആ ഒരു പ്രോസ്പെക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ അവിടെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. And the approach should be warm, confident and personalized. അങ്ങനെ ഒരു പ്രോസ്പെക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വാം, കോൺഫിഡന്റ് ആൻഡ് പേഴ്സണലൈസ്ഡ്. ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്, അവരുടെ ബിഹേവിയർ, ഇന്റൻഷൻ, ലൈക്സ്, ഡിസ്ലൈക്സ് അതെല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുക. അതുപോലെ തന്നെ ബി കോൺഫിഡൻസ്. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്രിയേറ്റീവ്. ഓരോ പ്രസന്റേഷനും ആ പ്രോസ്പെക്റ്റുമായിട്ട് നടത്തുന്ന ഓരോ മീറ്റിംഗും അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് ഇറ്റ് ഷുഡ് ബി വെരി സിമ്പിൾ ആൻഡ് ബി ക്രിയേറ്റീവ്. Then fourth stage is sales presentation and demonstration. This is the core of personal selling, involving persuasive communication using the IDAS model. ഈ ഒരു സെല്ലിംഗ് തിയറിയിൽ വരുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഐഡാസ് തിയറി എന്ന് പറയുന്നത്. ഐഡാസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ സെല്ലിംഗ് പ്രോസസ്സിൽ വരുന്ന 5 എലമെന്റ്സിന്റെ ഒരു ഷോർട്ട് ഫോം എടുത്തിട്ടാണ് ഐഡാസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എ ഫോർ അറ്റൻഷൻ, ഐ ഫോർ ഇൻട്രസ്റ്റ്, ഡി ഫോർ ഡിസയർ, എ ഫോർ ആക്ഷൻ ആൻഡ് എസ് ഫോർ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇങ്ങനെ ഒരു സെയിൽസ് പേഴ്സൺ ആ ഒരു പ്രോസ്പെക്റ്റുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസന്റേഷൻ നടത്തുന്ന സമയത്ത് he should be very clear about the 5 elements of this IDAS model. First one is attention. The salesman should grab the prospect's attention. Then he should maintain the interest with the relevant information about the product, its features, usefulness, etc. Then desire, to create a strong desire for the product. Then action means buying or purchasing decision. Then satisfaction means ensure they feel happy with their choice. The effective presentations can include product demos, samples, visuals and strong sales talk. ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സെയിൽസ് പ്രസന്റേഷന്റെ ഒരു മോഡലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡെമോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പിൾസ് എന്ന് പറയുന്നത്. സാമ്പിൾസിലൂടെയോ പ്രൊഡക്റ്റ് ഡെമോസിലൂടെയോ അല്ലെങ്കിൽ അനിമേഷൻ വിഷ്വൽസിലൂടെയൊക്കെ ഈ ഒരു പ്രസന്റേഷൻ കളർഫുൾ ആക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ് പേഴ്സൺ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഫിഫ്ത്ത് സ്റ്റേജ് ഈസ് നെഗോസിയേഷൻ ഓർ ബയർ ഒബ്ജെക്ഷൻസ്. ഏതൊരു സെയിൽസ്മാൻ പ്രോസ്പെക്റ്റുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. The prospects may show hesitations or resistance during the sales process, even after proper prospecting, preparation and better presentation. പ്രസന്റേഷൻ എത്ര നന്നായിരുന്നാലും അല്ലെങ്കിൽ ചിലപ്പോൾ എത്ര നല്ലൊരു കോണ്ടാക്ട് ആണ് കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും അവിടെ ചിലപ്പോൾ ആ ഒരു പ്രോസ്പെക്റ്റ് ഈ ഒരു സെയിൽസ് അല്ലെങ്കിൽ ഈ ഒരു പർച്ചേസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
Such a resistance may be exhibited as objections. ഇങ്ങനെയുള്ള റെസിസ്റ്റൻസിനെയാണ് ഒബ്ജെക്ഷൻസ് എന്ന് പറയുന്നത്. Objections are two types, then sincere objections and insincere objections. Sincere objections are the real reasons or concerns for not buying the product, whereas insincere objections are imaginary concerns or unusual or unreal objections about the product. And salesperson must handle objections tactfully using listening skill and accurate product knowledge. Otherwise, the purchase may or the selling totally may be a waste. And also, he should clarify the concerns and provide convincing answers to the customers. The sixth stage is closing the sale. The salesperson helps the customers to make final buying decision. ഈ ഒരു പ്രോസസ്സിലാണ് ഈ ഒരു സെയിൽസ് പേഴ്സൺ പ്രോസ്പെക്റ്റുമായിട്ട് മീറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്തതിന് ശേഷം അവർക്ക് വരുന്ന ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് ഒരു ഫൈനൽ ക്ലോസിംഗിലേക്ക് എത്തുന്ന ആ ഒരു പ്രൊഡക്റ്റ് അവരെ കൊണ്ട് ആ ഒരു പ്രോസ്പെക്റ്റിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ള ഒരു സ്റ്റേജ്. Usually, the prospect may have an innate feeling to resist the purchasing of a product. സാധാരണഗതിയിൽ ഒബ്ജെക്ഷൻസും റെസിസ്റ്റൻസും വരാനുള്ള ചാൻസ് ഉണ്ട്. He may dissociate from placing an order, sometimes not because of a valid reason. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസിൻസിയർ ആയിട്ടുള്ള ഒരു റീസൺ കാരണം അല്ലെങ്കിൽ ഒബ്ജെക്ഷൻസ് കാരണം ചിലപ്പോൾ ആ ഒരു ഓർഡർ പ്ലേസ് ആവാതെ പോവാം. So closing simply is not a pressuring. It is guiding the prospect to act confidently or persuade them to buy the product. Final stage is the follow-up. Maintain a close contact even after the sale. ഒരു സെയിൽ ക്ലോസ് ചെയ്യുക അതോടുകൂടി ഒരു സെയിൽസ് പേഴ്സന്റെ ഡ്യൂട്ടി അവസാനിക്കുന്നില്ല. അവര് ഫ്രീക്വന്റ് ആയിട്ട് ഈ ഒരു പ്രോസ്പെക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റമറുമായിട്ട്, ഇവിടെ പ്രോസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമർ ആയിട്ട് മാറി ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതോട് കൂടെ ആ ഒരു കസ്റ്റമറുമായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പോസ്റ്റ് സെയിൽ ദ സെയിൽസ് പേഴ്സൺസ് ജോബ് കണ്ടിന്യൂസ് ത്രൂ ഫോളോ അപ്പ്. ആ ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, ഇടയ്ക്ക് വിളിച്ച് അതുപോലെ തന്നെ ക്വരീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്കുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻഷുർ ദ പ്രോഡക്ട്സ് വാസ് റിസീവ്ഡ് ആൻഡ് വർക്ക്സ് പ്രോപ്പർലി. ആ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു സർവീസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാം. ഹെൽപ്പ് വിത്ത് ഇൻസ്റ്റലേഷൻ, യൂസേജ്, റിപ്പയർസ് ആൻഡ് എനി അതർ സർവീസ് ഇഷ്യൂസ്. എന്തെങ്കിലും തരത്തിൽ ഈ ഒരു കസ്റ്റമർ എന്തെങ്കിലും പ്രോബ്ലം ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ സർവീസുമായിട്ട് പ്രോബ്ലം അറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ട് അതിലൂടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ദിസ് ബിൽഡ് എ ലോയൽറ്റി, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻക്രീസസ് ചാൻസ് ഓഫ് റിപ്പീറ്റ് ബിസിനസ് ആൻഡ് റെഫറൽസ്. ഈ ഒരു ഫോളോ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ആ ഒരു കസ്റ്റമർക്ക് ആ ഒരു ലോയൽറ്റി, കസ്റ്റമർ ലോയൽറ്റി അല്ലെങ്കിൽ ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. The 7 stages. I think you understand my topic: prospecting and qualifying, pre-approach, approach, presentation and demonstration, handling objections, closing the sale, follow-up. Okay, thank you.